Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay. എല്ലാവരും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് വായിച്ചു നോക്കിയിരുന്നു അല്ലേ? Yes, ma'am. അടുത്തോളം വരെ വായിച്ചു നോക്കിയായിരുന്നോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? Yes, ma'am. ഉണ്ടായിരുന്നു വായിച്ചിട്ട് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റിയോ? Clear ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഭാഗം കണ്ടിന്യൂ ചെയ്യാം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഹ്യൂമൻ റിസോഴ്സില് അതില്, അതായത് ഏതൊരു സ്ഥാപനത്തിന്റെയും, അതിപ്പോ ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അതിന്റെ ലക്ഷ്യം നേടിയെടുക്കുന്നതിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു റോളാണ് എന്ത്, അവിടെയുള്ള വർക്കേഴ്സിന്റെ ഹ്യൂമൻ റിസോഴ്സസ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിൽ അതിലേക്ക് ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ, ഒരുപാട് ഫണ്ട് ഇറക്കും, മെഷീനറികൾ സ്ഥാപിക്കും, അതേമാതിരി തന്നെ മറ്റു കുറെ കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യുമ്പോഴും അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് എന്താണ് കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുന്നത് ആരാണ്? അവിടെയുള്ള വർക്കേഴ്സ് ആണ്, അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ്. മാക്സിമം എഫിഷ്യന്റോട് കൂടി വർക്ക് ചെയ്താലാണ് ആ ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയുടെ, ഇൻ കേസ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റലിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഒരു പണ്ടത്തെ കൺസെപ്റ്റ് അനുസരിച്ച് എന്താണ് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഇപ്പൊ അത് കൂടുതലും മനസ്സിലായി. അതിന്റെ ആ എഫേർട്ട് അത് എത്രത്തോളം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എങ്കിൽ മാത്രമേ നല്ല ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ കാലഘട്ടത്തില് ലേറ്റസ്റ്റ് കൺസെപ്റ്റ് അനുസരിച്ച് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന വിങ് തന്നെയുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് ആ വിങ്ങിലൂടെ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ വിങ് വരുമ്പോൾ അതിലൂടെ ഒരുപാട് വ്യക്തികൾ വർക്ക് ചെയ്യുകയും അവിടെയുള്ള വർക്കേഴ്സിനെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ട്രെയിനിങ്ങുകളോ പ്രോഗ്രാംസുകളോ അതല്ലെങ്കിലും എന്തെങ്കിലും നടപടിക്രമങ്ങളോ ഇറക്കി അവരെ കുറിച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്ത് ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തിക്കുകയാണ്. അപ്പോ ഇതിന്റെ കമ്പാരിസൺ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഡെഫിനിഷൻസ് ആണ് അല്ലെ? നമുക്ക് നോക്കാം. ഡെഫിനിഷൻസിന്റെ അതിൽ നോക്കുമ്പോൾ എന്തൊക്കെ രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. നാം ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? ഈസ് ദാറ്റ് സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് which carries out the effective control and use of a manpower as a distinction from other source of power. വ്യത്യസ്ത തരത്തിലുള്ള ഡെഫിനിഷൻ നിർവചനങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 2-3 നിർവചനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഫസ്റ്റ് നിർവചനത്തിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു സോഴ്സ് ഓഫ് പവർ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് നമ്മൾ കണ്ടായിരുന്നു ഒരു സ്ഥാപനത്തില് നമ്മളെ പണം അല്ലെങ്കിൽ മെഷീനറി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് എന്തെന്നുള്ളത് മാൻ പവർ എന്നുള്ളത്. അതായത് അവിടെയുള്ള വർക്കേഴ്സ് അവര് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള വ്യക്തികളാണ്. അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട റോളാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവരെ, ആ വ്യക്തികളെ മാനേജ് ചെയ്യുക. അത് വ്യക്തികളെ ചിലപ്പോൾ ആണെങ്കിൽ ചില കാര്യങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ഒരുപക്ഷെ ചില ട്രെയിനിങ്ങുകൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നോക്കാം. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദാറ്റ് സ്റ്റേജ് ഓഫ് മാനേജ്മെന്റ് which carries out the effective control and use of manpower as distinguished from other source of power. മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വിഭവശേഷിയെ കൺട്രോൾ ചെയ്യാൻ, നല്ല എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മാനേജ്മെന്റ് പ്രവർത്തനമാണ് എന്താ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡെഫിനിഷനിൽ അതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കാം. എന്താണ് എഡ്വാർഡ് ഫ്ലിപ്പ് സ്റ്റേറ്റ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ് പറയുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് ദ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ഇന്റഗ്രേഷൻ, മെയിൻ്റനൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് human resources to the end that individual, organizational and societal objectives are fulfilled.
അതായത് നമുക്ക് മനസ്സിലാവും ഏതോ ഒരു വ്യക്തിക്കും അല്ലെ ഒരു സ്ഥാപനത്തില് ജീവനക്കാരൻ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്താണോ അവർക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും തൃപ്തി നേടാനായിരിക്കും ഒരു പക്ഷെ അവർക്ക് എന്താണ് ഫിനാൻഷ്യലി ആഗ്രഹം ഉണ്ടാവായിരിക്കും അതല്ലെങ്കിൽ അവർക്ക് എന്താണ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും അങ്ങനെ ഒരു പേഴ്സണലി അവർക്കൊരു തൃപ്തി നേടാൻ വേണ്ടിയിട്ടാണ് അവര് ജീവനക്കാർ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല എന്താണ് ഒരു ഓർഗനൈസേഷൻ അത് സ്ഥാപിക്കൽ എന്താണ് അവർക്ക് ആ ഓർഗനൈസേഷൻ ഒരു ലക്ഷ്യമുണ്ട് അല്ലെ ഒരു ലാഭേച്ഛയോട് കൂടിയിട്ടാണ് ആ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു സ്ഥാപനം ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അവിടെയുള്ള വർക്കേഴ്സിന് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ഹോസ്പിറ്റല് ഓർഗനൈസേഷന്റെ മാനേജിംഗ് പൊസിഷനിലുള്ളവർക്കും ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് സമൂഹത്തിനും അവരുടേതായ ലക്ഷ്യം നേടിയെടുക്കാനുണ്ട് അല്ലെ അവിടെയുള്ള ജനങ്ങളുടേതായ ഒരു ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. അപ്പൊ ഇത്തരത്തില് വ്യത്യസ്ത തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ അത് ഉടലെടുക്കേണ്ട അതായത് അത് എന്തെങ്കിലും കാര്യം നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യേണ്ടതുണ്ട് ഈ ലക്ഷ്യം നേടിയെടുക്കാൻ അല്ലെ. അപ്പൊ അവരെയെല്ലാം എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില കൃത്യതയോടെ ആയിരിക്കില്ല ചെയ്യണമെങ്കിൽ അതിനെയെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ചിലപ്പോഴൊക്കെ ചിലതൊക്കെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കോമ്പൻസേഷൻ ഇന്റഗ്രേഷൻ മെയിൻ്റനൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. വ്യക്തികളുടെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ അവരുടെ ആ ഒരു വിഭവശേഷിയിൽ ചിലതെല്ലാം കൂട്ടിച്ചേർക്കേണ്ടതുണ്ടാവും. അതല്ലെങ്കിൽ ചിലതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഡെവലപ്പിംഗിൽ ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അത് അഡീഷണൽ ആയിട്ട് നേടേണ്ടതുണ്ടാവും. ചിലപ്പോ എന്താണ് ചില കാര്യങ്ങളെല്ലാം നമ്മുടെ സമയക്രമമൊക്കെ ആണെങ്കിൽ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് പോകേണ്ടതുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനസ്സിലാക്കുക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് വർക്കേഴ്സിന്റെ ഇടയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഇങ്ങനെ രീതിയിൽ ചില ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും ഡയറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇതിൽ പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ്. അവരാണ് പേഴ്സണൽ മാനേജ്മെന്റിലുള്ള വ്യക്തികളാണ് പ്ലാൻ ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതെല്ലാം എന്ത് നേരത്തെ കൂട്ടിയിട്ട് ഈ വ്യക്തികൾക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ട്രെയിനിങ്ങുകളോ പ്രോഗ്രാമുകളോ എന്നതിനെ കുറിച്ചിട്ട് എന്ത് വേണം എന്ത് ചെയ്യിക്കണം അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്ത അത് പേഴ്സണൽ മാനേജ്മെന്റ് തലത്തിലാണ് വരുന്നത്. അപ്പൊ അവരാണ് അതിനെ കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും സംഘടിപ്പിക്കുകയും അതിനെ കൂടെ ഡയറക്റ്റ് ചെയ്യാൻ വഴികാട്ടിയായിട്ട് കാണിച്ചു കൊടുക്കുകയും ഇൻ കേസ് എന്തെങ്കിലും ചെയ്യിപ്പിക്കുമ്പോൾ ഈ വർക്കേഴ്സിന്റെ ഇടയിൽ കൂടെ അത് ചെയ്യിപ്പിക്കുമ്പോൾ എന്തെങ്കിലും കൺട്രോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ഏർപ്പെടുത്തി കൊടുക്കുന്നതെല്ലാം ആരാണെന്ന് പറയുന്നു പേഴ്സണൽ മാനേജ്മെന്റ് ആണെന്ന് പറയും. ഓക്കെ ആ ഒരു വലിയ സെന്റൻസിനെ നിങ്ങൾ 3 ടൈമായിട്ട് പഠിക്കുക. അതായത് എല്ലാവർക്കും ലക്ഷ്യങ്ങളുണ്ട് അല്ലെ ഒരു വ്യക്തിക്ക് വ്യക്തിയുടേതായ അവരുടെ വർക്കേഴ്സിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ഓർഗനൈസേഷൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെയും കുറെ ലക്ഷ്യം നേടിയെടുക്കേണ്ടതുണ്ട്. ഈ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ അതായത് ഹ്യൂമൻ റിസോഴ്സസ് അവര് നല്ല രീതിയിൽ ചിലത് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്ത് കൊടുക്കുകയോ സൂപ്പർവൈസ് ചെയ്യേണ്ട അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉള്ള ഏത് രീതിയിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചു കൊടുക്കുന്നത് അതിന് മുൻകൂട്ടിയുള്ള പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഡയറക്റ്റിങ്ങും കൺട്രോളിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു വിങ് ആണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത്രയുമുള്ള കാര്യങ്ങളാണ് എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വീണ്ടും വേറൊരു പേഴ്സന്റെ കൂടി അഭിപ്രായമുണ്ട്. എന്താ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻ അത് അങ്ങോട്ട് തിരിച്ചു പോയിരിക്കുകയാണ്. അതായത് ഡൺ ആൻഡ് സ്റ്റീഫൻസ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ അത് മാറ്റിയിടുക സ്റ്റീഫൻസ് ഡൺ എന്നാണ്. ഓക്കെ ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻസ് ഡൺ the personal management is the process of attracting, holding and motivating people that involves all managers, line and staff. Attracting people by offering suitable monetary and non-monetary rewards. So, ഇതിൽ പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ
കറക്റ്റ് ഒന്നുകൂടി പറയാവുന്നതാണോ? ഒന്നുകൂടി എഡ്വേർഡ് ഫ്ലിപ്പ് സ്റ്റേറ്റിന്റെ ആണെങ്കിൽ ആണോ? ഒന്നുകൂടി പറയാം. ഒന്നുകൂടി. അതായത് എഡ്വേർഡ് ഫ്ലിപ്പ് സ്റ്റാറ്റസ് പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ പ്ലാനിങ്, ഓർഗനൈസിംഗ്, directing and controlling of the procurement, development, compensation, integration, maintenance and separation. ഇതാണോ ഫസ്റ്റ് ആണോ എന്ന് അറിയില്ല കേട്ടോ. ഫസ്റ്റ് ഡെഫിനിഷൻ ആണോ സെക്കൻഡ് ഡെഫിനിഷൻ ആണോ ഒന്നുകൂടി പറയാമെന്ന് പറഞ്ഞത്? ഒന്നുകൂടി മെസ്സേജ് അയക്കാമോ? ഏത് ഡെഫിനിഷൻ ആണോ ഒന്നുകൂടി പറയാമെന്ന്? കറക്റ്റ് ആക്കാൻ സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് തേർഡ് ഡെഫിനിഷന്റെ പേര് ഒന്നുകൂടെ പറയാം. അതായത് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻസ് ആൻഡ് ഡൺ ആണ്. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻസ് ആൻഡ് ഡൺ. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേട്ടോ. അപ്പോ ഇത് ക്ലിയർ ആക്കാനാണെങ്കിൽ നോക്കാം. എന്താണ് ഇൻ ദ ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻസ് ആൻഡ് ഡൺ? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയുന്നത് ദ പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ദാറ്റ് ഇൻവോൾവ്സ് ഓൾ മാനേജേഴ്സ്, ലൈൻ ആൻഡ് സ്റ്റാഫ്. അപ്പൊ അതില് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മള് ഇതില് കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന്റെ ഡെഫിനിഷനില് മീൻ ചെയ്യുന്നുണ്ട്. അതായത് ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അട്രാക്ടിങ് പീപ്പിള്, ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ്, മോട്ടിവേറ്റിംഗ്. അതായത് നമ്മളെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ദാറ്റ് ഇൻവോൾവ്സ് ഓൾ മാനേജേഴ്സ്, ലൈൻ ആൻഡ് സ്റ്റാഫ്. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അറിയാം അവിടെ എന്താണ് മേലാധികാരികളുമുണ്ട്, കീഴുദ്യോഗസ്ഥരുമുണ്ട് അല്ലെ, ഏറ്റവും ടോപ്പിലുള്ളവരുമുണ്ട്, താഴേക്കടയിലെ ജോലിക്കാരുമുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ഹൈറാർക്കി സിസ്റ്റത്തിനിടയിൽ ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് ഒന്നാമതായിട്ട് അട്രാക്ടിങ് പീപ്പിളും ഹോൾഡിംഗ് ഓഫ് റിറ്റെയിനിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് ആണ്. നോക്കാം. അട്രാക്ടിങ് പീപ്പിളിൽ പറയുന്നത് ബൈ ഓഫറിംഗ് സ്യൂട്ടബിൾ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം ഡെഫിനിഷനിലേക്ക് കിടക്കാം. അപ്പൊ അതിൽ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഈ പറഞ്ഞ നമ്മളുടെ ഹൈറാർക്കി സിസ്റ്റം അനുസരിച്ചിട്ട് ഏറ്റവും മേലെ ഉദ്യോഗസ്ഥരും താഴെയിടയില് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ ഇടയിലും അവരുടെ അവര് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് അത് വർക്ക് ചെയ്യാനായിട്ട് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റിവാർഡ്സുകൾ, എന്തെങ്കിലും പ്രോത്സാഹനമായിട്ട് നമുക്കറിയാം ബോണസോ അതല്ലെങ്കിൽ എന്താ പറയുക പെൻഷൻ, പ്രൊമോഷനോ അതല്ലെങ്കിൽ ചിലപ്പോ സാലറി ഇൻക്രീസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഇവർക്ക് മോണിറ്ററി ആയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നോൺ മോണിറ്ററി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ചിലപ്പോൾ എന്താണ് സാലറിയിൽ മാറ്റം വരുന്നില്ലെങ്കിലും പൊസിഷനിൽ ഒരു മാറ്റമൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾക്കത് താഴേക്ക് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് കേട്ടോ. ഓരോന്നിനെ കുറിച്ചിട്ടും പ്രൊമോഷനെ കുറിച്ചിട്ടും സാലറി കൂട്ടി കൊടുക്കുന്നതിനെയൊക്കെ കുറിച്ചിട്ടുള്ള കുറെ പഠിക്കാനുണ്ട്. അങ്ങനെ എന്തെങ്കിലും അട്രാക്ട് ചെയ്യുക, അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു അട്രാക്ഷൻ, അവര് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ, എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, അതായത് മോണിറ്ററി അല്ലാത്തതും അതായത് മോണിറ്ററിയോട് കൂടി എന്തെങ്കിലും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നതും അല്ലാത്തരത്തിലുള്ള അട്രാക്ഷൻ ആയിട്ടുള്ള അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ പ്രവർത്തിക്കുക. ഹോൾഡിംഗ് ഓർ റീറ്റെയിനിങ് ബൈ ഇംപ്രൂവിംഗ് ദ വർക്ക് എൻവയൺമെന്റ്. അതായത് ഇതിൽ പറയുന്നത് നമ്മള് ചില വർക്കേഴ്സ് അല്ലെ, നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിന്റെ തന്നെ ഓർഗനൈസേഷന്റെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ടാവും. അപ്പൊ ചില ഡിപ്പാർട്ട്മെന്റിൽ നല്ല സൗകര്യം ഉണ്ടാവും, ചില ഡിപ്പാർട്ട്മെന്റിൽ അതിനത്ര സൗകര്യം ഒന്നും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവിടുത്തെ ആ ഒരു പശ്ചാത്തലം, അത് നല്ലൊരു പശ്ചാത്തലത്തിലേക്ക് നമുക്ക് കുറച്ച് നാള് ഈ ഒരു എന്താ പറയാ താഴെയുള്ള ജോലികൾ ചെയ്തതിനു ശേഷം നമുക്ക് എന്താണ് കുറച്ചുകൂടി നന്നായിട്ട് വർക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ എന്ന നിലയിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഒരു പക്ഷേ സാലറി ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ അവിടുത്തെ എൻവയോൺമെന്റ് ക്ലൈമറ്റ്, അതായത് അവിടുത്തെ ആ പശ്ചാത്തലം ഇച്ചിരി കൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് മാനേജ്മെന്റ് തലത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുമ്പോൾ നെക്സ്റ്റ് മോട്ടിവേറ്റിംഗ് ബൈ ഫോളോയിങ് പ്രോഗ്രസീവ് പ്രാക്ടീസസ് ആൻഡ് ഹ്യൂമൻ പോളിസീസ് ടു ക്രിയേറ്റ് പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ടു ദ എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിന്റെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ, അവരുടെ പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന തരക്ക് വിധത്തില് അവർക്ക് എന്തെങ്കിലും പ്രാക്ടീസുകളൊക്കെ അവരുടെ
ആ ഒരു പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ളത്, അതായത് ഉയരാനായിട്ടുള്ള സാധ്യത കിട്ടുന്ന തരത്തിൽ എന്തെങ്കിലും പ്രേരിപ്പിക്കുക. ചിലപ്പോൾ നമ്മള് ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കീഴ്തലത്തിലുള്ള ജീവനക്കാർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് ലീഡിങ് പവർ ഒക്കെ കൊടുക്കും. അപ്പൊ അവർക്ക് എന്താണ്, അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ, അത് ഇച്ചിരി കൂടി അവർക്കൊരു ആ തലങ്ങളിൽ അവരുടെ ഇടയിൽ ഒരു ലീഡിങ് പവർ കിട്ടാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരിക്കലും വലിയ കാര്യമായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും മോട്ടിവേറ്റിംഗ് ഒക്കെ കൊടുക്കുക എന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം എന്താണ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ്, അതായത് പേഴ്സണൽ മാനേജ്മെന്റിന്റെ കീഴിലുള്ള വ്യക്തികളാണ് ചെയ്യുന്നത്. നോക്കാം ഡെഫിനേഷനിലേക്ക്. ദ പേഴ്സണൽ മാനേജ്മെന്റ് ഇസ് ദ പ്രോസസ്, ഒരു പ്രവർത്തനമാണ് ഓഫ് അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ദാറ്റ് ഇൻവോൾവ്സ് ഓൾ മാനേജേഴ്സ്, ലൈൻ ആൻഡ് സ്റ്റാഫ്. അതായത് അവിടെയുള്ള വർക്കേഴ്സ് ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനത്തിന്റെ എല്ലാ തരത്തിലുള്ള വർക്കേഴ്സിന്റെ ഇടയിലും ഇത്തരത്തിലുള്ള അട്രാക്ടിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ മോട്ടിവേറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഹോൾഡിംഗ് റീറ്റെയിനിങ്, അതായത് നല്ല ഒരു പശ്ചാത്തലം ഒരുക്കി കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ള പ്രവർത്തനമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ വ്യത്യസ്ത ആശയങ്ങളാണ് വ്യത്യസ്ത ഡെഫിനേഷനിൽ മനസ്സിലാക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, മറ്റു സോഴ്സിൽ നിന്ന്, മറ്റു വിഭവശേഷിയിൽ നിന്ന് വ്യത്യസ്തമാണ് എന്റെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. അത് അവരെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, എഡ്വേർഡ് ഹുഫിന്റെ സ്റ്റാറ്റസിൽ നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് എന്താണ്, എല്ലാവരും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കുറെ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട്. അതായത് ഒരു സ്ഥാപനത്തിൽ കുറെ ഇത് കൂട്ടിച്ചേർക്കേണ്ടതും കുറെ ട്രെയിനിങ്ങുകളോ കുറെ പോളിസികളൊക്കെ നടപ്പാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഡയറക്റ്റിങ്ങും പ്രൊസീജിയറൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പേഴ്സൺ സ്റ്റീഫൻ ഡന്റെ അഭിപ്രായത്തിൽ എന്താണ്, ഒരു പ്രവർത്തനത്തിൽ ഒരു സ്ഥാപനത്തിന്റെ, അതായത് വ്യക്തികളെ, അവിടെയുള്ള ജീവനക്കാരെ അട്രാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ അവരെ ഹോൾഡിംഗ് റീറ്റെയിനിങ്, അതായത് അവരുടെ ആ ഒരു എൻവയോൺമെന്റ് പശ്ചാത്തലത്തോട് പൊരുത്തപ്പെട്ടു പോകാൻ അവർക്ക് ഇച്ചിരി കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടാൻ തരത്തിലുള്ള പ്രവർത്തനമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം അല്ലെ. നമ്മളുടെ ക്വസ്റ്റ്യൻസ് മാത്രമേ കഴിഞ്ഞുള്ളൂ. പേഴ്സണൽ മാനേജ്മെന്റ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലായിട്ടാണ്. എന്തായാലും അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജറിന്റെ ഗുണങ്ങളും സവിശേഷതകളും ഇത്രയും കാര്യങ്ങൾ നിർവചിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കുറച്ച് കഴിവുകളെല്ലാം ഇവർക്ക് വേണം അല്ലെ. പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജറിന് അത്തരത്തിലുള്ള കഴിവുകൾ വേണം എന്നുള്ളത് നോക്കാം എന്തൊക്കെയാണ്. Personal manager must be specialist in organization theory and likely be an effective advisor to top management in organization matters as well as being able to organize his own department. അതായത് അദ്ദേഹത്തിന് എന്താണ്, നല്ല കൃത്യമായ രീതിയിൽ തന്നെ ഈ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ, ഈ ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരിക്കും. ഇതിനെ കുറിച്ച് എല്ലാം തന്നെ ഒരു സ്ഥാപനം അത് നന്നായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ടുള്ള ആ ഒരു കഴിവ്, അത് അഡ്വൈസ് ചെയ്യാനും കൂടി, അതായത് ടോപ്പ് മാനേജേഴ്സിനെ അറിയിക്കണം, ഇവിടെയുള്ള വർക്കേഴ്സിന് ഇന്ന കാര്യങ്ങൾ വേണം, ഇന്ന ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുന്ന വ്യക്തികൾക്ക് ചിലപ്പോൾ സാമ്പത്തിക കൊടുക്കണം, അവർ ഇഷ്ടമായിട്ട് വർക്ക് ചെയ്യും. അതല്ലെങ്കിൽ ചില ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കണം. ഇൻ കേസ് പബ്ലിക്കിന്റെ ഇടയിൽ എന്തെങ്കിലും പേര്, അതായത് ഹോസ്പിറ്റലിനെ കുറിച്ചിട്ടാണെങ്കിൽ ഹോസ്പിറ്റൽ ഇമേജ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചില പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കണം എന്നുള്ള എല്ലാ മെസ്സേജുകളും അത് ആർക്കിടയിൽ കൊടുക്കേണ്ടതുണ്ട്. അവിടെ പേഴ്സണൽ മാനേജർ എന്ന നിലയിൽ അവിടുത്തെ മാനേജ്മെന്റിന് അഡ്വൈസ് കൊടുക്കേണ്ടതുണ്ട്. പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ലൈക്ലി ബി ആൻ എഫക്റ്റീവ് അഡ്വൈസർ. അദ്ദേഹം ആ ഓർഗനൈസേഷന്റെ എല്ലാ തിയറിയും അത് നന്നായിട്ട് അറിയുന്ന വ്യക്തിയായിരിക്കണം. അതോടൊപ്പം തന്നെ നല്ലൊരു ഉപദേശകനുമായിരിക്കണം. ഓർഗനൈസേഷൻ മാറ്റേഴ്സ് ആസ് വെൽ ബീയിങ് ഏബിൾ ടു ഓർഗനൈസ് ഹിസ് ഓൺ ഡിപ്പാർട്ട്മെന്റ്. സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അഡ്വൈസ് കൊടുക്കാനും അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും ആ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും നല്ല ഒരു അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. Next, he should be real expertise in personal administration, knowledge of
റെലവെന്റ് ലോസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ്. അതായത് നമുക്കറിയാം ഒരു സ്ഥാപനം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ആ ഓർഗനൈസേഷന്റെ നിയമങ്ങൾ അല്ലെ ചട്ടക്കൂടുകളെല്ലാം കൃത്യമായിട്ട് അവിടെയുള്ള നടപടിക്രമങ്ങളും എന്തെങ്കിലും ടെക്നിക്സുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ ഏത് ഹ്യൂമന്റെ ഇടയിൽ എന്തെങ്കിലും ടെക്നിക്കൊക്കെ ഉപയോഗപ്രദമാക്കാൻ പറ്റുമോ എന്നുള്ള വ്യക്തമായിട്ടുള്ള അറിവ്, ഒരു റിയൽ ആയിട്ടുള്ള എക്സ്പെർട്ടൈസ്, യഥാർത്ഥമായ ഒരു കഴിവ്, ഒരു എക്സ്പീരിയൻസ് ആർക്കുണ്ടായിരിക്കണം? ഈ പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. Then he should have an ample knowledge of behavioral science. അതായത് പെരുമാറ്റ ശാസ്ത്രം എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ, അതിനെ ഒന്ന് പുഷപ്പ് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനമാണ് പേഴ്സണൽ മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ ഹ്യൂമന്റെ ആ ഒരു പെരുമാറ്റ രീതിയെ കുറിച്ചിട്ടുള്ള ആംപിൾ ആണ് AMPLE, മതിയായ നോളജ്. ആംപിൾ നോളജ്, മതിയായ അറിവ് അവർക്ക് ഉണ്ടായിരിക്കണം. ഈ ഷുഡ് ഹാവ് ആൻ ആംപിൾ നോളജ് ഓഫ് ബിഹേവിയറൽ സയൻസ്. നല്ല മതിയായ അറിവ് എന്താണ് പെരുമാറ്റ രീതിയെ കുറിച്ച്, ശാസ്ത്രത്തെ കുറിച്ച്, അതായത് ഹ്യൂമന്റെ ബിഹേവിയർ അല്ലെ, അവരുടെ ആ പെരുമാറ്റ രീതിയെ കുറിച്ച്. എന്നാൽ മാത്രമേ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ ഇംപ്രൂവ് ചെയ്യോ, അല്ലെങ്കിൽ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സമയത്തിൽ എന്തെങ്കിലും നമുക്കറിയാം കൃത്യ ടാർജറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കൃത്യ സമയമൊക്കെ കൊടുക്കുമ്പോൾ അവര് ഓക്കെ ആവോ, ഇൻ കേസ് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കുമോ എന്നുള്ള ഒരു ബിഹേവിയറൽ സയൻസ്, അവരുടെ പെരുമാറ്റ രീതിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ള ആ ഒരു അറിവ് ആർക്കുണ്ടായിരിക്കണം? പേഴ്സണൽ മാനേജറിനുണ്ടായിരിക്കണം. Then he must have an acute sense of social justice and be fully appreciative of the rights and interests of the men and women at work, as well as of the economic necessities of management. അതായത് ഇദ്ദേഹത്തിന് ഒരു സോഷ്യൽ സാമൂഹ്യ നീതി അല്ലെ, അവിടെ നമുക്കറിയാം ഒരു സ്ഥാപനത്തില് വുമണും മെന്നും എല്ലാം വർക്ക് ചെയ്യും. അവർക്ക് ശരിയായിട്ടുള്ള അവകാശത്തിന് അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ സാമൂഹ്യ നീതി അവർക്ക് ഉറപ്പുവരുത്തുന്നത് അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾ ഇവർക്കെല്ലാം നിറവേറ്റേണ്ടതുണ്ടാവും ജോലിയോടൊപ്പം തന്നെ. അപ്പൊ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ, അത് ആ സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഇദ്ദേഹം ബാധ്യസ്ഥനാണ് പേഴ്സണൽ മാനേജർ. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എക്കണോമിക് നെസസിറ്റി ഓഫ് മാനേജ്മെന്റിന്റെ സാമ്പത്തിക അവസ്ഥയും. ഇപ്പോ നമുക്കറിയാം ചില വർക്കേഴ്സിന്റെ ഇടയിൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ എക്കണോമിക് ആയിട്ടുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം അല്ലെ. കൂടുതൽ നല്ല ഇതുകളെല്ലാം സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ അവിടുത്തെ മെന്റെയും അല്ലെങ്കിൽ അതേപോലെ വുമന്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് തയ്യാറാവണമെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ എന്താണ് മാനേജ്മെന്റിന്റെ എക്കണോമിനെ കുറിച്ചിട്ടും നല്ലൊരു ആ സാമ്പത്തിക അവസ്ഥയെ കുറിച്ചിട്ടും ആവശ്യത്തെ കുറിച്ചിട്ടും മനസ്സിലാക്കിയിരിക്കാം എന്നുള്ളതാണ്. He should be capable of a creative thinking. അതായത് സർഗാത്മകമായിട്ടുള്ള ചിന്തിക്കാനുള്ള ഒരു ശേഷി, ആ ഒരു കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതായത് ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ട് അല്ലെ, കാലത്തിനൊപ്പം പോകാനായുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. Then he should have a knowledge in a problem solving techniques. നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റ രീതികളുള്ള വ്യത്യസ്ത സ്വഭാവ രീതികളുള്ള ഒരു വ്യക്തിത്വമാണ് ഹ്യൂമന്റേത്. അപ്പൊ അവിടെ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അവരെ വ്യത്യസ്ത രീതിയിൽ തന്നെ തന്ത്രപരമായ രീതിയിലെല്ലാം പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു നോളജ്, ഒരു അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ടെക്നിക്സ്. ഓക്കെ, he should be capable of leadership. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ലീഡർഷിപ്പ് ചെയ്യാൻ, അതെ ലീഡ് ചെയ്യാനായിട്ട് അല്ലെ, എന്തെങ്കിലും പ്രോബ്ലംസ് ഒരു എന്തെങ്കിലും ചില പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ട്രെയിനിങ് അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷെ വർക്കേഴ്സിന് പറ്റിയെന്ന് വരിക പെട്ടെന്ന് തന്നെ ആക്റ്റീവായിട്ട് മൂവ് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു ലീഡിങ് ഒരു നേതൃത്വ ശേഷി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള വ്യക്തിത്വമായിരിക്കണം എന്ത് ഫേസ് ചെയ്യാനായിട്ട് അല്ലെ. എല്ലാത്തിനും ഒരു ലീഡർഷിപ്പ് ചെയ്യാനായിട്ട് നേതൃത്വം വഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി പേഴ്സണൽ മാനേജറിന് ഉണ്ടാവണം. Then he should be of a friendly, tactful and approachable nature. അതായത് എല്ലാ വർക്കേഴ്സിന്റെ ഇടയിൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നല്ല എല്ലാവരെയും വശത്താക്കുന്ന തന്ത്രപരമായിട്ടുള്ള ഒരു അപ്രോച്ചബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ആരുടേത്, നമ്മുടെ പേഴ്സണൽ മാനേജറിന്റേത് ആയിരിക്കണം എന്നുള്ളത്. Then he should have initiative and decision making ability. അതറിയാം വ്യത്യസ്തപരമായിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കേസ് ഹോസ്പിറ്റൽ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്.
ചില പെട്ടെന്ന് എമർജൻസി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് അല്ലെ ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൂവ് ചെയ്യുകയോ ചെയ്യുമ്പോൾ വർക്കേഴ്സിന്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇനീഷ്യേറ്റീവ് ആയിട്ട് മുൻകൈ എടുക്കാനും തീരുമാനങ്ങൾ ഡിസിഷനൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവ് പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. Then he should be able to generate trust among his colleagues. അതായത് സഹപ്രവർത്തകരുടെ ഇടയിൽ ഒരു വിശ്വാസം നേടിയെടുക്കാനായിട്ട് ഒരു കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുവരുമ്പോൾ അവരെ ഫോളോ ചെയ്യുമെന്ന് തോന്നണമെങ്കിൽ എന്താണ് അവർക്ക് ഇടയിൽ ഒരു നല്ല അല്ലെ നമ്മള് പേഴ്സണലായിട്ട് ചില വ്യക്തികളോട് ചില അടുപ്പം ചില വ്യക്തികളോട് നല്ല വേറെ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അവർക്ക് ഇദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങളോട് പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല. എല്ലാവരും ഒരുപോലെ ഫോളോ ചെയ്യുന്നതെന്ന് വരില്ല. അപ്പൊ എല്ലാവരോടും എന്താണ് ഒരു വിശ്വാസം നേടിയെടുക്കുക. എല്ലാവർക്കും ഒരു നല്ലൊരു വിശ്വാസം അവരുടെ കോളേജസ് എന്ന് സഹപ്രവർത്തകരുടെ ഇടയിലും നല്ലൊരു വിശ്വാസം നേടിയെടുക്കാനായിട്ടുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കാം. Then he should be ready to operate with the subordinate in a time of difficulty. നമ്മളിപ്പോ അറിയാം ഏതെങ്കിലും അല്ലെ ഉദ്യോഗസ്ഥരാണെങ്കിലും അവർക്ക് ചില ഇതുകൾ അല്ലെ ഇപ്പൊ സബോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ കീഴ്ത്തട്ടിലുള്ള വ്യക്തികളാണ്. അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരും, ഡിഫിക്കൽറ്റി ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അവരോട് സഹകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹം ഉണ്ടായിരിക്കണം. അത് അതിന് റെഡി ആയിരിക്കണം എന്നാണ് പറയുന്നത്. Then last point, he should be promoted enough to give them the feedback in their handling of a personal matters whenever necessary in the interest of a functioning of the organization and establish personal policies of the organization. അതായത് അദ്ദേഹത്തിന്റെ നേരത്തെ കുട്ടിയിലെ കുറെ എന്താ പറയാ നമ്മുടെ അനുഭവ ജ്ഞാനങ്ങൾ ഉണ്ടാകുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെയ്യുമ്പോഴും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സോൾവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അവർക്ക് മതിയായ ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പേഴ്സണൽ കഴിവ് ആർക്കുണ്ടായിരിക്കണം, പേഴ്സണൽ മാനേജ്മെന്റ് ഒക്കെ ഉണ്ടായിരിക്കണം. അതനുസരിച്ചിട്ട് അവർക്ക് പേഴ്സണൽ പോളിസീസ് അല്ലെ പുതിയ പുതിയ നയങ്ങൾ കേസ് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസോ മാറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ പുതിയ പുതിയ നയങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആർക്ക് പേഴ്സണൽ മാനേജറിന് സാധിക്കും. അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഫീഡ്ബാക്ക് അവർ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു കപ്പാസിറ്റി പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നോക്കാം ഇതെല്ലാം എന്താണ് പേഴ്സണൽ മാനേജറിന്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ സവിശേഷതകളാണ്. അയച്ചു നോക്കാം. എന്തെങ്കിലും പോയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. You must have an acute sense of a social justice and be fully appreciative of the rights and the interests of the men and women at work. അതായത് അവർക്ക് സമൂഹത്തിന്റെ നീതിയുക്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടപ്പാക്കി കൊടുക്കേണ്ടതുണ്ട്. കാരണം ഒരു വർക്കേഴ്സ് എന്ന നിലയിൽ ചിലപ്പോ അവിടെയുള്ള ഇപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും മെൻ സ്റ്റാഫും ഉണ്ടാവും വുമൺ സ്റ്റാഫും ഉണ്ടാവും. അവർക്ക് അവരുടേതായ കുറെ ആവശ്യം പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ ഇപ്പൊ ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ ആവശ്യമാണ്, പേഴ്സണലി അത് ആവശ്യമാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ സാമൂഹ്യ നീതി എന്ന നിലയ്ക്ക് അർഹതപ്പെട്ടതാണ്. അത് നടപ്പാക്കി കൊടുക്കാനായിട്ട് പേഴ്സണൽ മാനേജർ മുൻകൈ എടുക്കേണ്ടത്. ഇൻ കേസ് ആസ് വെൽ ആസ് ഓഫ് ദ എക്കണോമിക് നെസസിറ്റി ഓഫ് ദ മാനേജ്മെന്റ്. നമുക്കറിയാം ലക്ഷ്യത്തിലെത്തുമ്പോഴും എല്ലാം എവിടെയും അല്ലെ ഒരു എക്കണോമിക് ചുരുക്കയിലാണ് ലക്ഷ്യത്തിലേക്ക് പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് മാനേജ്മെന്റിനെ സംബന്ധിച്ച് താങ്ങണമെന്നില്ല. അപ്പൊ അതും കൂടി മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെയാണോ? ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. Okay, personal manager must be specialist in organization theory and likely be an effective advisor to top management in organization matters as well as being able to organize his own department.
അതായത് സ്വന്തം ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിന്റെ കഴിവുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം ചെയ്യേണ്ടതുണ്ട്. അതായത് മാനേജ്മെന്റിന്റെ കീഴിലാണ് നമ്മുടെ പേഴ്സണൽ മാനേജർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഒരു നല്ലൊരു അഡ്വൈസ് ഉപദേശം കൊടുക്കാം. ഇതിനു വേണ്ടിയിട്ട് എങ്ങനെ ഉപദേശം കൊടുക്കുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് ഓർഗനൈസേഷന്റെ തിയറിക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആ തിയറിക്ക് അധിഷ്ഠിതമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചില അഡ്വൈസിങ് കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഉപദേശിക്കേണ്ടതുണ്ട്. നമുക്കറിയാം മാനേജ്മെന്റ് ആണ് ഓരോ കാര്യങ്ങൾക്കൊക്കെ പെർമിഷൻ കൊടുക്കുന്നത്. പേഴ്സണൽ മാനേജർ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ, നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോ, ട്രെയിനിങ് നടത്തിക്കോ എന്നൊക്കെ ഉള്ള ഒരു പെർമിഷൻ കിട്ടുന്നത്. അപ്പൊ അവരെ അഡ്വൈസ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് പ്രോബ്ലം, എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സസിന്റെ ഇടയിൽ എന്തൊക്കെ കാര്യപരിപാടികൾ ആണ് ചെയ്യേണ്ടത്, ഇന്ത്യന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലാണ് അത് ലളിതമായിട്ട് പോകുന്നത്. സമയക്രമത്തിലാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും വേജസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമയം കൂടുതൽ ഓവർടൈം ചെയ്യുമ്പോൾ സാലറി കൂട്ടി കൊടുക്കണോ, അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ആബ്സെന്റീസ് വരുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് ആർക്ക് കൊടുക്കണം? ഈ ഓർഗനൈസേഷന്റെ തിയറിയുടെ ബേസിൽ തന്നെ അവിടെയുള്ള മാനേജ്മെന്റിന് കൊടുക്കാനായിട്ടുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. ശരിയായോ? മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്. ഇനി എന്തെങ്കിലും? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. എന്താണ് റോൾ ഓഫ് പേഴ്സണൽ മാനേജർ? റോൾ ഓഫ് പേഴ്സണൽ മാനേജറിന്റെ അതായത് നമ്മളിപ്പോ കണ്ടായിരുന്നു അല്ലെ, ഇത്തരത്തിലുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തനത്തിന്റെ പങ്ക് എന്താണെന്നുള്ളതാണ്. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടികൾ? അതായത് അവരുടെ ആ പ്രവർത്തനത്തിന്റെ പങ്ക് 4 തിരിച്ചിട്ടിട്ട് പേഴ്സണൽ റോള്, വെൽഫെയർ റോള്, ക്ലിനിക്കൽ റോള്, ഫൈറ്റിംഗ് ലീഗൽ റോള്. അത് നോക്കാം. പേഴ്സണൽ റോൾ എന്താണെന്ന് നോക്കാം ആദ്യം. പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഇദ്ദേഹം നമ്മൾ ആദ്യം കണ്ട അതിൽ ഇപ്പൊ തന്നെ പറഞ്ഞു പോയ പോയിന്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അഡ്വൈസിംഗ് മാനേജ്മെന്റ് ഓർ എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നല്ല രീതിയിൽ നല്ല കാര്യക്ഷമമായിട്ട് അവിടെയുള്ള വർക്കേഴ്സിന്റെ ആ ഒരു വിഭവശേഷി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വൈസിങ്, ഒരു ഉപദേശകനായിട്ടുള്ള പ്രവർത്തനം പേഴ്സണലായിട്ടുള്ള റോളാണ്. അതായത് വ്യക്തിപരമായിട്ട് തന്നെ മാനേജ്മെന്റിനെ ഉപദേശിക്കേണ്ട ഒരു ഡ്യൂട്ടി ആർക്കാണുള്ളത്? പേഴ്സണൽ മാനേജ്മെന്റിലാണ് ഉള്ളത്. ദെൻ മാൻ പവർ പ്ലാനിംഗ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. അതായത് നമ്മള് ഇപ്പൊ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഇടയിൽ എന്താണ് ഗ്യാപ്പ് വരാം ചിലപ്പോഴൊക്കെ. അവരുടെ ലീവ്, അതായത് അവരുടെ ആ സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകാം, അതല്ലെങ്കിൽ റിട്ടയർമെന്റ് ആയിട്ട് വിട്ടുപോകാം. അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ അവിടെ അപ്പോയിന്റ്മെന്റ്സ് ആവശ്യമായിട്ട് വരാം. അപ്പൊ ഈ മാൻ പവറിനെ കുറിച്ചിട്ട് ഇൻ കേസ് വേറെ എന്തെങ്കിലും പുതിയത് എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിലും എന്താണ് അവിടെ മാൻ പവറിന് ആവശ്യമുണ്ടാവും അല്ലെ, അവിടെ വേക്കൻസീസ് വരും. അപ്പൊ അത്തരത്തിലുള്ള പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, അത് ഏതൊക്കെ രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുക, സംഘടിപ്പിക്കുക എന്നുള്ള റിക്രൂട്ട്മെന്റ്. ദെൻ സെലക്ഷൻ, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം നല്ല ഉദ്യോഗസ്ഥരിലേക്ക് തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സെലക്ഷൻ പ്രൊസീജിയർ എല്ലാം എന്താണ് പേഴ്സണൽ മാനേജറിന്റെ റോൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ പേഴ്സണൽ റോളിൽ പെടുന്ന മറ്റൊരു കാര്യമാണ് മാൻ പവർ പ്ലാനിംഗ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. അതായത് മനുഷ്യന്റെ വിഭവശേഷിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ വേക്കൻസികളൊക്കെ വരുമ്പോൾ അതിനെ പ്ലാൻ ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, ആപ്ലിക്കേഷൻസ് കിട്ടാനായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുക, ദെൻ സെലക്ട് ചെയ്യുക, ആപ്ലിക്കേഷനിൽ നിന്ന് കൃത്യമായിട്ടുള്ള പേഴ്സൺസിനെ സെലക്ട് ചെയ്യുക എന്നുള്ള നടപടിയാണ്. ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻസ്മെൻ. അതായത് ഇപ്പൊ അവിടെ ഉള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ എന്താണ് മറ്റു തരത്തിലുള്ള പുതിയതായിട്ട് വരുന്ന വർക്കേഴ്സ് ആണെങ്കിൽ, അപ്പൊ അവിടെ നിലവിലുള്ള വർക്കേഴ്സ് ആണെങ്കിൽ എന്താണ് ചിലപ്പോൾ അവർക്ക് അവരുടെ തൊഴിൽ ഒന്നുകൂടി പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ട്രെയിനിങ് ആവശ്യമാണ്. അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ്, അവരുടെ ആ ഒരു കഴിവ്, സ്കില്ലൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്. അതല്ലെങ്കിൽ പുതിയതായിട്ട് അപ്പോയിന്റ്മെന്റ്സ് ചെയ്യാണെങ്കിൽ അവർക്കും എന്താണ്
ഒരു 1-2 മാസത്തേക്ക് ചിലപ്പോൾ ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. ആ സമയത്തുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട ഒരു റോള്, അതായത് പേഴ്സണൽ റോളും ആരെയാണ് പേഴ്സണൽ മാനേജ്മെന്റ്. നെക്സ്റ്റ് മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. നമുക്കറിയാം, നമ്മൾ ഒരു വർക്കേഴ്സ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ ഒത്തിരി ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കി എടുക്കണമെന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും അല്ലെ, നടപ്പാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചില റൂൾസ് അല്ലെങ്കിൽ ചില ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. എന്നിട്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, അവരെ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ, എന്തെങ്കിലും ഒരു പ്ലാനോട് കൂടിയിട്ടായിരിക്കും പേഴ്സണൽ മാനേജ്മെന്റിന് അഡ്വൈസ് ചെയ്തിട്ട് ചില ട്രെയിനിങ് അല്ലെങ്കിൽ പ്രോഗ്രാമുകളൊക്കെ കൊടുക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും എഫക്റ്റീവ് ആവുന്നുണ്ടോ, കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് തന്നെ നോക്കാം ആ ഒരു വിങ്ങിന് ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് ആ ഗ്രൂപ്പിന് സാധിക്കുന്നുണ്ടോ എന്ന് അസസ്മെന്റ് ചെയ്യാനുണ്ട്, വിലയിരുത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പേഴ്സണൽ മാറ്റേഴ്സ് എല്ലാം പേഴ്സണൽ റോളാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് വെൽഫെയർ റോൾ. വെൽഫെയർ റോൾ എന്ന് പറയുമ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ. എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളാണെന്ന് നോക്കാം. റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. ഇവിടെ നമുക്കറിയാം ഹ്യൂമൺ ആണ്, അവിടെ വ്യത്യസ്തരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അത് നേരത്തെ കൂട്ടി ഗവേഷണം ചെയ്താൽ ഇങ്ങനത്തെ ഡ്യൂട്ടികളോ ഓവർ ഡ്യൂട്ടി കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാം. അതല്ലെങ്കിൽ സബോർഡിനേറ്റിന് മേലുദ്യോഗസ്ഥരനുസരിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് പേഴ്സണൽ ആയിട്ട് തന്നെ ഗവേഷണം നടത്താനായിട്ട്, അതായത് വിലയിരുത്തിക്കൊണ്ട് പോകാനായിട്ട് ഉള്ള ഒരു വെൽഫെയർ റോള്, ഒരു ക്ഷേമ പ്രവർത്തനം. കേസ് അങ്ങനെ പ്രോബ്ലം വന്നുകഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയും ഇദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട്, അതായത് ലീഗൽ റോളിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് മുൻകൂട്ടി കാണുക എന്നുള്ളൊരു ക്ഷേമ പ്രവർത്തനം ആഗ്രഹിക്കുന്നുണ്ട് പേഴ്സണൽ മാനേജ്മെന്റ്. നെക്സ്റ്റ് മാനേജിങ് സർവീസസ്, ക്യാൻറ്റീൻ ആൻഡ് ക്ലച്ചസ് എക്സെട്ര. അതായത് നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലോ എവിടെയാണെങ്കിലും നമുക്കറിയാം അവിടെ 24 hours വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ അവിടെ ഇടയ്ക്കൊക്കെ ബ്രേക്ക് വന്ന് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടതുണ്ട്. ചിലപ്പോ അവിടെ നിന്ന് പുറത്തേക്കൊക്കെ പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ തന്നെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് പ്രദാനം ചെയ്ത് കൊടുക്കുക എന്ന വെൽഫെയർ റോളും ആരുടെ കയ്യിലാണുള്ളത്, പേഴ്സണൽ മാനേജ്മെന്റ്. ക്ലച്ചസ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ പാലോട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ചില പ്രൊഫഷനൊക്കെ വേണമെങ്കിൽ ചില ഹോസ്പിറ്റലൊക്കെ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് റൂമൊക്കെ സജ്ജീകരിക്കുക. അത് പൊതുവെ ജനങ്ങൾക്ക് കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേമ പ്രവർത്തനമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പേഴ്സണൽ മാനേജ്മെന്റ് വരുന്നതാണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. അതായത് നമുക്കറിയാം പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നല്ല ഒരു ട്രെയിനിങ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ എന്താണ് കൗൺസിലിംഗും മോട്ടിവേഷനും ലീഡർഷിപ്പും കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തേണ്ടതുണ്ട് അല്ലെ. ആശയവിനിമയം, നേതൃത്വ ഭാഗത്തിനുള്ള കുറെ കാര്യങ്ങളോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യേണ്ട കുറെ പ്രവർത്തനങ്ങളെല്ലാം ക്ഷേമ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടതുണ്ട്. ചില സംഘടനകളൊക്കെ സംഘടിപ്പിച്ച് സെമിനാറുകളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും അല്ലെ നല്ല നല്ല ആശയങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം ഒരു ക്ഷേമ പ്രവർത്തനം എന്ന നിലയ്ക്ക് പേഴ്സണൽ മാനേജ്മെന്റ് ഒരു റോളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്ലറിക്കൽ റോള്. ഇദ്ദേഹത്തിന് പേഴ്സണൽ റോളും വെൽഫെയർ റോളും പോലെ തന്നെ ഒരു റോളും കൂടെയുണ്ട് ക്ലറിക്കൽ റോള്. ആ റോൾ എന്താന്ന് നോക്കാം, ടൈം കീപ്പിംഗ് അല്ലെ. അവിടെയുള്ള വർക്കേഴ്സ് അവരെല്ലാം കൃത്യമായിട്ട് തന്നെ പങ്ക്ച്വലായിട്ട് വരുന്നുണ്ടോ, ടൈം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാലറി ആൻഡ് വേജസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസെന്റീവ്സ്, അതായത് അവരുടെ വേതനം അല്ലെ, ജോലി ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള കൂലി, അതനുസരിച്ചിട്ടുള്ള വേതനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഭരണപരമായിട്ടുള്ള ഇടയിൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, അവർക്ക് കൃത്യമായിട്ട് വേതനം കിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ദെൻ അതൊക്കെ ക്ലിനിക്കൽ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. മെയിൻ്റെനൻസ് ഓഫ് റെക്കോർഡ്സ്, അവിടെ എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ വരുന്നുണ്ടോ, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ സാധാരണ കൃത്യമായിട്ട് കൊടുക്കാത്തതിലോ അതല്ലെങ്കിൽ കൂടുതൽ അഡീഷണൽ ഓവർ ടൈം ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തുന്നതിലോ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ദെൻ ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്, അതായത് നമുക്കറിയാം എവിടെയും അല്ലെ ഏതൊരു സ്ഥാപനത്തിലും മനുഷ്യന്റെ റിസോഴ്സസിനോടൊപ്പം തന്നെ മെഷീനും കൂടി ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവരുടെയൊക്കെ എന്താ ചില മെഷീൻസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ചിലത്
നല്ല രീതിയിൽ തന്നെ അവർക്ക് ചിലപ്പോൾ റിസൾട്ട് നേടിയെടുക്കാൻ പറ്റിയത് വരില്ല. അപ്പൊ അതിനനുസരിച്ച് എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കണം. ആ ഒരു ബന്ധം, അതായത് മെഷീൻ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള ക്ലിനിക്കൽ നോട്ടീസ്. അതായത് പ്രൊഡക്ഷനൊക്കെ ഇൻ കേസ് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അറിയാം, ആ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ആ പേഴ്സന്റെ എഫേർട്ട് കൊണ്ട് എന്താണ് ഇത്ര പ്രൊഡക്ഷൻ ചെയ്യണമെന്നുള്ളത് ആയിരിക്കും. അത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ക്ലിനിക്കൽ ഡ്യൂട്ടി മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ്. ദെൻ ഫയർ ഫൈറ്റിംഗ് ഈക്വൽ റോള്, അതായത് നമുക്കറിയാം ഏത് പ്രവർത്തനമാണെങ്കിലും ഏതോ ഒരു സംഘടനയാണെങ്കിലും ഏതൊരു സ്ഥാപന ഇൻഡസ്ട്രി ആണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അവിടെ വർക്കേഴ്സ് പ്രവർത്തിക്കുമ്പോൾ അവിടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതിന് എന്താണ് ലീഗൽ ആയിട്ടുള്ള റോൾ കൂടെ ഉണ്ട്. ഈ കസ്റ്റമർ മാനേജറാണ് അത് ലീഗലായിട്ട് നിയമപരമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നത്. ഗ്രീവനസ് ഹാൻഡ്ലിംഗ്, ഫസ്റ്റ് പോയിന്റ് ഗ്രീവനസ് ഹാൻഡ്ലിംഗ് ആണ്. അതായത് പരാതികൾ ഉണ്ടാവും, അത് ഹാൻഡിൽ ചെയ്യാം അല്ലെ. അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിലുള്ള പരാതികളൊക്കെ മാറ്റി ചെയ്യാനുള്ള റോള് പേഴ്സണൽ മാനേജറിന്റെയാണ്. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, അതേമാതിരി തന്നെ പരാതികളുള്ള മാതിരി തന്നെ തർക്കങ്ങളും ഉണ്ടാവും. അപ്പൊ ആ തർക്കങ്ങളെയും എന്താണ് സെറ്റിൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ഇപ്പൊ മേലുദ്യോഗസ്ഥരും കീഴുദ്യോഗസ്ഥരും തമ്മിലാണെങ്കിൽ ഡോക്ടർ, ഹോസ്പിറ്റലായ ഡോക്ടേഴ്സ്, നഴ്സുമാർ അല്ലെങ്കിൽ പേഷ്യൻസ് നഴ്സുമാർ തമ്മിൽ അങ്ങനെ ആരെയൊക്കെ തമ്മിൽ എന്താണ് തർക്കങ്ങൾ ഉണ്ടാവും, അത് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്, ഒരു അച്ചടക്കപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. അച്ചടക്കം നമുക്കറിയാം അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട് തന്നെയാണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണം അല്ലെ. അതുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം പേഴ്സണൽ മാനേജറിന്റെയാണ്. കളക്റ്റീവ് ബാർഗൈനിങ്, അതായത് ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കിട്ടാൻ കാര്യങ്ങൾ ബാർഗൈൻ ചെയ്ത് നമ്മൾ നേടിയിരിക്കുന്നത് ഓവർ ടൈം ചെയ്ത് അപ്പൊ അതിന് സാലറി കിട്ടിയില്ലെങ്കിൽ എന്താണ് പേഴ്സണൽ മാനേജറിന്റെ മുന്നിൽ അത് രേഖപ്പെടുത്തുമ്പോൾ ലീഗലായിട്ട് നിയമപരമായിട്ട് അവരെ രജിസ്റ്ററിൽ റെക്കോർഡിങ്ങിൽ അദ്ദേഹം എന്താണ് കൃത്യമായിട്ട് ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സാലറി നേടിക്കൊടുക്കാനായിട്ട് പേഴ്സണൽ മാനേജർ മാധ്യസ്ഥരായിട്ട് നിന്ന് തന്നെ പരിഹരിച്ച് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള റോളുകളാണ് ആദ്യമായിട്ടുള്ളത് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ് ഉള്ളത്. പേഴ്സണൽ റോള്, വെൽഫെയർ റോള്, ക്ലറിക്കൽ റോള്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോള്. ഇയാളോ വായിച്ചു നോക്കുക. എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. അവരുടെ ക്ലറിക്കൽ ഡ്യൂട്ടി എന്താണ്, വെൽഫെയർ ഡ്യൂട്ടി എന്താണ്, പേഴ്സണൽ റോൾ എന്താണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക നിങ്ങള്. ഇന്നലത്തേലപ്പോ നമ്മളെ ഡെഫിനിഷൻസും ക്യാരക്ടറിസ്റ്റിക്സും റോളുകളാണ് പറഞ്ഞത്. ഡെഫിനിഷൻസിലും എന്താണ് അവരെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഓരോരുത്തരും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ളത് ജസ്റ്റ് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അല്ലെ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നിങ്ങൾ മനസ്സിലായി കാണും ഇത്തരത്തിലും കഴിവുകൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണമെന്ന്. പിന്നെ ഇത് പേഴ്സണൽ ആയിട്ടുള്ള വെൽഫെയർ ആയിട്ടുള്ള ക്ലിനിക്കൽ റോളുകൾ എന്താണെന്നുള്ള കാര്യം അത് അപ്ഡേറ്റ് ചെയ്യും. ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരു ചെറിയ ഭാഗം കൂടി എടുത്തേക്കാം. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. അതായത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണ്, നമ്മുടെ റോൾ എന്താണെന്ന് കണ്ടു, ക്വാളിറ്റി എന്താണെന്ന് കണ്ടു, ഇനി ഇവരുടെ പ്രവർത്തനം എന്താണ്, ഈ പേഴ്സണൽ മാനേജറിന്റെ പ്രവർത്തനം എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക. അതായത് ഇത് ഓരോ പോയിന്റ് വൈസ് ആയിട്ടാണ് ലീഡർഷിപ്പ് പ്രോസസ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്, ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്, സ്റ്റാഫിംഗ് പ്രോസസ്, പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്, കോമ്പൻസേഷൻ റിവാർഡ് ആൻഡ് റിവാർഡ് പ്രോസസ്, കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് എന്ത് നമ്മുടെ പേഴ്സണൽ മാനേജറിന്റെ ഉള്ളത്. നമ്മൾ ഇതിലൊക്കെ കണ്ട, അതായത് പേഴ്സണലായിട്ടും നമ്മുടെ ലീഗലായിട്ടൊക്കെ കണ്ട കുറച്ച് പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഇതിനോടൊപ്പം തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ലീഡർഷിപ്പ് പ്രോസസ്? ഇൻവോൾവ്സ് ഇൻ ഇൻഫ്ലുവൻസിങ് the individual and the group behavior towards the achievement of organization goals. അതായത് നമുക്കറിയാം പേഴ്സണൽ മാനേജറിന്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യത്തിലേക്ക് ഓരോ പേഴ്സണെ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരെയും
ആ ഒരു ഗ്രൂപ്പ് തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ലീഡർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഏതൊരു സ്ഥാപനത്തിന്റെയും ഒരു ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പായിട്ടും അവരെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ വഴികാട്ടിയായിട്ട് കൊടുക്കുക എന്നുള്ള ലീഡർഷിപ്പ് ആ പ്രോസസ്സാണ് ആർട്ടിക്കൽ പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഫസ്റ്റ് പ്രോസസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ, എല്ലാവർക്കും തുല്യ നീതി ഉറപ്പുവരുത്തേണ്ടതുണ്ട് നമ്മൾ പറഞ്ഞു. എന്താണെങ്കിലും വുമൺ ആണെങ്കിലും അവർക്കെല്ലാം സൊസൈറ്റിയിലെ അനുസരിച്ചിട്ടുള്ള ആ ഒരു തുല്യ നീതി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള വർക്കിനനുസരിച്ചിട്ടുള്ള കോമ്പൻസേഷൻ എല്ലാവർക്കും ഒരുപോലെ തന്നെ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ചില പേഴ്സണലി ആയിട്ട് ചില വ്യക്തിപരമായിട്ട് അവരുടെ സാലറി കൂട്ടി കൊടുക്കാനോ അങ്ങനെയുള്ള രീതിയൊന്നും പറ്റില്ല. എല്ലാവർക്കും ഒരേപോലെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആയിരിക്കണം, അതായത് ഒരേപോലെയുള്ള കോമ്പൻസേഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് കൺസിസ്റ്റ് ഇൻ ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഏറ്റവും മേലെ തുടങ്ങി താഴെയുള്ളവരും ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത് അല്ലെ, പ്രവർത്തിക്കുന്നത്. അപ്പൊ മൊത്തത്തിലുള്ള ഓരോ ടാസ്കിനെ അതിന് ഗ്രൂപ്പായിട്ട് ഓരോ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആ പ്രവർത്തനം ആരുടേതാണ്? നമ്മുടെ ബിസിനസ് മാനേജ്മെന്റിന്റെ കീഴിലുള്ള പ്രവർത്തനമാണ് ടാസ്ക് സ്പെഷ്യലൈസേഷൻ. ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആക്കി സ്ഥാപിച്ച് കൊടുക്കുക. സ്റ്റാഫിംഗ് പ്രോസസ്. അതായത് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ എന്താ പറയുന്നത്? involves manpower planning, developing source of recruitment, assessment of applications, employment decisions, induction and orientation, transfer, promotions and demotions. അതായത് നമ്മൾ സ്റ്റാഫിങ്ങുമായി ബന്ധപ്പെട്ട അല്ലെ, നമ്മൾ പറഞ്ഞതോ ഒരു സ്ഥാപനത്തിന്റെ ഒഴിവുകൾ ഉണ്ടോ എന്നുള്ളത് നേരത്തെ കൂട്ടി കാണുക, അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അത് നികത്താനുള്ള നടപടികളൊക്കെ ശ്രമിക്കുക എന്നുള്ളത്. ഇനി നികത്താൻ എങ്ങനെയാണ്? ഒഴിവുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നികത്തുന്നത്? അവിടെ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ മറ്റേ മേലധികാരികളുടെ ഉദ്യോഗസ്ഥരെ മേലധികാരികളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ആ വിടവ് നികത്താനായിട്ട് സാധിക്കും. ദെൻ അതിനുശേഷമാണ് ആപ്ലിക്കേഷൻസ് ഒക്കെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ താഴെക്കിടയിലുള്ള ജീവനക്കാർക്ക് കൊടുക്കുന്നത്. അതായത് മേലുദ്യോഗസ്ഥർക്ക് ആ ഒരു ഇത് കൊടുക്കുക, ഒരു സാധ്യത കൊടുക്കുക. അങ്ങനെയുള്ള പ്രൊമോഷൻ സാധ്യതകളുണ്ട്. അത് അതോടൊപ്പം തന്നെ എന്താണ് ചിലപ്പോൾ ട്രാൻസ്ഫർ ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ എന്താണ് ചില അപ്പോയിന്റ്മെന്റ്സ് അല്ലെ വിളിച്ച് തന്നെ ആപ്ലിക്കേഷൻസ് ഒക്കെ വിളിച്ച് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത? അവർക്ക് അവിടെ പരിശീലനം കൊടുക്കേണ്ടതുണ്ട്. അതായത് പുതിയതായിട്ട് അവർ വരുമ്പോൾ ചിലപ്പോൾ അക്കാദമിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ഇവർ വരുന്നത്. അപ്പൊ അവർക്ക് ജസ്റ്റ് ട്രെയിനിങ്ങും ഓറിയന്റേഷൻ ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. ഇത്തരം എല്ലാ തരത്തിലുള്ള സ്റ്റാഫിംഗ് പ്രോസസ്സും ആരാണ് നിർവഹിക്കേണ്ടത്? പേഴ്സണൽ മാനേജ്മെന്റ് ആണ് നിർവഹിക്കേണ്ടത്. involves manpower planning, developing source of recruitment. അതായത് ഏത് രീതിയിൽ നമുക്കറിയാം, ചില പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ പോയിട്ട് ഈ സ്ഥാപനത്തിന്റെ ഒഴിവുകളിലേക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് അല്ലെ സ്വീകരിക്കാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ്, അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്, ആപ്ലിക്കേഷൻസ് ഒക്കെ വിലയിരുത്തുക, എംപ്ലോയ്മെന്റ് ഡിസിഷൻസ് അവർക്കൊക്കെ തൊഴിൽ കൊടുക്കാമെന്ന് തീരുമാനമെടുക്കുക, ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ അങ്ങനെയുള്ളവർക്ക് എന്താണ് ആദ്യം തന്നെ അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ ട്രെയിനിങ് ഒന്നും കിട്ടിക്കാണുന്നില്ല. അവരെ ക്വാളിഫിക്കേഷൻ കഴിയുമ്പോൾ തന്നെയാണ് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ട്രെയിനിങ്ങും ഓറിയന്റേഷൻ കൊടുക്കുക. ദെൻ ട്രാൻസ്ഫേഴ്സ് നമുക്കറിയാം, ഒരു നിലവിലുള്ള വിടവുകളാണ് എങ്കിൽ അവർക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ ഒക്കെ കൊടുത്തിട്ട് ആ വിടവ് നികത്താൻ പറ്റുമെന്ന് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. അതേമാതിരി തന്നെ പ്രൊമോഷൻ കൊടുത്ത് ചിലപ്പോൾ ചില വിടവുകളെ വേക്കൻസികളൊക്കെ എങ്ങനെ ഫില്ല് ചെയ്യുന്നത്? താഴെയുള്ളവർക്ക് എക്സ്പീരിയൻസിന്റെ ബേസിൽ ആ മെയിൻ പോസ്റ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നത്. പിന്നെ താഴെക്കിടയിലാണ് ആപ്ലിക്കേഷൻസ് വിളിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഡിമോഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവരെ ഒന്നുകൂടി ചിലപ്പോൾ അവരുടെ പോസ്റ്റിൽ ഒന്നുകൂടി താഴ്ത്തി കൊടുക്കാനുള്ള സാധ്യത, അവരെ ഇച്ചിരി കൂടി ഇംപ്രൂവ് ചെയ്യാൻ, അവരെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഡിമോഷൻസിനൊക്കെ വരുന്നത്. ഇതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ഇങ്ങനെ ഈ ചാപ്റ്ററിൽ ഉടനീളം പഠിക്കുന്നുണ്ട്, ഓരോന്നും പഠിക്കുന്നുണ്ട്. പ്രൊമോഷൻ എന്താണ്, ഡിമോഷൻ എന്താണ്, ട്രാൻസ്ഫർ എന്താണെന്നൊക്കെ വിവരിച്ച് തന്നെ പഠിക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഈ പ്രോസസ് എല്ലാം പേഴ്സണൽ മാനേജ്മെന്റ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്. അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുത്തു, അല്ലെങ്കിൽ ചില ട്രെയിനിങ് ഒക്കെ കൊടുത്തു. പിന്നെ അവരെ വിലയിരുത്തേണ്ടതുണ്ട് റിലേറ്റഡ് വിത്ത് കൺസ്റ്റന്റ് എവാലുവേഷൻ ഓഫ് ദ എംപ്ലോയേഴ്സ്
work so that the necessary promotion, pay raises, transfers, training, etc. may be given. ഇതൊക്കെ ഇങ്ങനെ കൊടുക്കണമോ വേണ്ടയോ എന്ന് എംപ്ലോയേഴ്സൊക്കെ അതായത് തൊഴിലുടമയെ വിലയിരുത്തി മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അതെല്ലാം ചെയ്യേണ്ട പ്രോസസ്സ് ആരുടെയാണ്? നമ്മുടെ പേഴ്സണൽ മാനേജറിന്റെയാണ്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സ് നമ്മളിപ്പോ പറഞ്ഞു അവർക്ക് ചില അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ബ്ലെൻഡ് ഓഫ് മെനി സബ് പ്രോസസ്സ് വിച്ച് ഇന്റൻഡ് ടു കറക്റ്റ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഓഫ് ദ ഇൻഡിവിജ്വൽ. അതായത് ഓരോ ഇൻഡിവിജ്വലിന്റെയും വർക്ക് അത് നല്ല ഗുണമേന്മയോടുകൂടി ആവാൻ വേണ്ടിയിട്ട് അവരുടെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് ഡെവലപ്മെന്റ് പ്രോസസ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോഴൊക്കെ ഈ വിടവുകൾ മാത്രം നികത്തിയാൽ പോലെ നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഉള്ള എംപ്ലോയീസിന് എന്താണ് ചില ട്രെയിനിങ് ഡെവലപ്മെന്റ് അതായത് അവരുടെ നോളജും സ്കില്ല് വർദ്ധിപ്പിക്കത്തക്ക വിധത്തിൽ നമുക്കറിയാം. ഇപ്പോ ടെക്നിക്കലായിട്ട് അല്ലെ നമ്മുടെ ഇന്നോവേറ്റീവ് ആയിട്ട് കുറച്ച് മെഷീൻസിന്റെ ഒക്കെ ഉപയോഗം കൂടിയൊക്കെ വരുന്നതാണ് നിലവിലുള്ള പേഴ്സൺസിന് ചിലപ്പോൾ ചില ട്രെയിനിങ് കൂടി കൊടുക്കേണ്ടതൊക്കെ വരും. അത് അവരുടെ ആ ഒരു വർക്ക് എഫിഷ്യന്റ് ആയിട്ട് കുറച്ചും കൂടി നോളജ് നേടിക്കഴിയുമ്പോഴും നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. ദെൻ കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്സ് മറ്റൊരു കാര്യം പറയുന്നത് എന്താണ്? ഇവർക്ക് കൂടുതൽ നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് എന്താണ് കോമ്പൻസേഷൻ റിവാർഡുകളൊക്കെ കൊടുക്കും. വിജയമില്ല മെക്കാനിസം ആൻഡ് ഫോം ഓഫ് ഫോർ ഗിവിംഗ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ചിലപ്പോഴൊക്കെ എന്താണ് റിവാർഡുകൾ അല്ലെങ്കിൽ കോമ്പൻസേഷൻ കുറച്ചും കൂടി പേയ്മെന്റ്സ് ഒക്കെ കൂട്ടി കൊടുക്കുക. ചിലപ്പോൾ ഓവർ ടൈം ചെയ്യുന്നതിൽ കൂടി കൂടുതൽ കൊടുക്കുക. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ടാസ്ക് അച്ചീവ് ചെയ്തിട്ടാണെങ്കിൽ അടുത്തതും കൂടി ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുമ്പോൾ കൂടുതൽ ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു പ്രൊഡക്ഷന്റെ അനുസരിച്ച് തന്നെ അവർക്ക് പേയ്മെന്റ് കൊടുക്കുക. അങ്ങനെയുള്ള മറ്റു രീതിയിൽ ഏതെങ്കിലുമൊക്കെ റിവാർഡ്സ് ഒക്കെ കൊടുക്കേണ്ട പ്രവർത്തനം പേഴ്സണൽ മാനേജറിന്റെയാണ്. Then collective bargaining process that decide the relationship between the union and the employer regarding wages, benefits, hours and the working conditions, etc. അതായത് ഇതിൽ പറയുന്നത് എന്താണ്? ബാർഗെയിനിങ് നമ്മൾ കണ്ടായിരുന്നു. ബാർഗെയിനിങ് എന്താണെന്നല്ലേ നമ്മൾ കുറച്ച് ചിലപ്പോഴൊക്കെ ഓവർ ടൈം ചെയ്യുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അതപ്പോ നമുക്കറിയാം എവിടെയും തൊഴിലാളികൾ ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ എന്താണ് അവരുടെ യൂണിയനൊക്കെ അല്ലെ. ആ യൂണിയന്റെ മുമ്പിലായിരിക്കും ചിലപ്പോൾ അവിടുത്തെ തൊഴിലാളികൾ അവരുടെ പ്രോബ്ലംസ് ഒക്കെ പറയുന്നത്. തൊഴിലുടമയുമായിട്ട് ഈ തൊഴിലാളികളുടെ എതിർക്കമായിരിക്കും എന്താ പരാതികളെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തിത്വം ആരുടെയാണ്? പേഴ്സണൽ മാനേജറിന്റെയാണ്. അവരെന്താണ് ചിലപ്പോൾ ചില ഓവർ ടൈം ചെയ്തിട്ട് കൂലി കിട്ടാത്തതായിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ജോലി ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള സാലറി കിട്ടാത്തതായിരിക്കും. ആ കൂലി എന്താണെങ്കിൽ അവേഴ്സ് ഓവർ ടൈം ചെയ്യാനുള്ള അവസരം നിഷേധിക്കുന്നതായിരിക്കും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവാം. അത്തരത്തിലുള്ള തർക്കങ്ങൾ എന്താണ് മെയിനായിട്ട് നമ്മുടെ എംപ്ലോയറിന്റെ മുന്നിൽ ചിലപ്പോ യൂണിയൻ എന്നുള്ള ഇതിൽ നിൽക്കുമ്പോൾ അവരുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ഒരു ബാർഗെയിനിങ് അതായത് വിലപേശൽ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളൊക്കെ നടത്തേണ്ട ഒരു വ്യക്തിത്വമായിട്ട് ഇതാണ് പേഴ്സണൽ മാനേജ്മെന്റിനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്താ നമ്മുടെ പ്രോസസ്സിൽ പെടുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും വോയിസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം സ്പീഡിലാണോ പോയത്, ഏതെങ്കിലും വോയിസ് പറയുന്ന ആരുടെങ്കിലും ചോദിക്കാം. പറയാം. ഏത് പോയിന്റാണ് ഡൗട്ട് എന്ന് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
പറയോ എന്ന് ചോദിച്ചു. ഏത് പോയിന്റാന്ന് പറയാമോ? ഓക്കെ, ടാസ്ക് സ്പെഷ്യലൈസേഷൻ പോയിന്റ് ആണ്. നോക്കാം. കൺസിസ്റ്റ് ഇൻ എ ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. അതായത് നമ്മൾക്ക് ഒരു മൊത്തം ഒരു ടാസ്ക് ഉണ്ടാവില്ലേ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഇപ്പൊ ഇത്രയും പ്രൊഡക്ഷൻ വേണം, ഇപ്പൊ ഒരു 100 പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ എന്നുള്ള ഒരു ടാസ്ക് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ എന്താണ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തർക്കും ചിലപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതെത്താം. ചിലപ്പോൾ നമുക്കറിയാം ട്രെയിനിങ് കിട്ടിയിരിക്കുന്ന വ്യക്തികൾ, അതായത് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികൾക്ക് എന്താണ് അത് കൂടുതൽ സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്ന വ്യക്തികൾക്കോ അത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. അത് ചിലർക്ക് അതിനനുസരിച്ചിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, ആ ടാസ്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതേസമയം എക്സ്പീരിയൻസ് കൂടുതലുള്ള വ്യക്തികൾക്ക് കൂടുതൽ ടാസ്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള സ്പെഷ്യലൈസേഷൻ പ്രോസസ് എല്ലാം നടത്തേണ്ടത് പേഴ്സണൽ മാനേജ്മെന്റ്. നമുക്കറിയാം ഒരു പ്രോബ്ലംസ് വന്നു ഇങ്ങനെ ഒരേപോലെ തന്നെ ടാസ്ക് കൊടുക്കുക എന്നുള്ളത് ശരിയല്ല അല്ലെ. ട്രെയിനിങ് കിട്ടിയിരിക്കുന്നതും ഇല്ലാത്തവർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് അതിനുള്ള ആ ഒരു കഴിവ് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവർക്ക് കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ പ്രോബ്ലംസ് മേലധികാരികളുടെ ഇടയിൽ തന്നെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് എങ്കിൽ അതിനെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം മാത്രമാണ് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. പക്ഷെ കുട്ടികളൊക്കെ അവർ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിരുന്നിരിക്കും. പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും പ്രോസസ് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതെല്ലാം പ്രോസസ് ചെയ്യേണ്ടത് നടപടിക്രമങ്ങളിലേക്ക് വരുമ്പോൾ പേഴ്സണൽ മാനേജറിന്റെ ഒരു പ്രോസസ്സാണ്, പ്രവർത്തനമാണ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആണ്? എന്തായാലും ഇന്ന് തന്നെ വായിച്ചു പോകണം. ചെറിയ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കാതെ പറ്റില്ല. ചാപ്റ്റർ ആണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെ ആണെങ്കിലും ചോദിക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ് കഴിഞ്ഞ് എന്താണ് നമുക്ക് എടുക്കാനുള്ളത് പേഴ്സണൽ പോളിസി ആണ്. ഓക്കെ, താങ്ക് യു.